മനുഷ്യ മനസ്സിലെ വികലമായ ചിന്തകളെ മാറ്റി നല്ലൊരു മനസ്സിനുടമയാവാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരുന്നു ചേഞ്ച് യുവർ ലൈഫ്. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു 18-19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾ പലരും നമ്മുടെ കുട്ടികളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഏതാണ് അവരുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ വിഷാദത്തിന് കാരണം എന്ന് ആരായാതെ അവരുടെ ആഗ്രഹം സാധിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹം തന്നെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം എല്ലാ മാതാപിതാക്കളിലും നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഓടി വന്ന്, അതായത് അദ്ദേഹം എന്നെ കാണുന്നതിൻ്റെ തലേ ദിവസം ആ അച്ഛൻ വളരെ വേദനയോട് എന്നെ വിളിച്ച് പറയുകയാണ്, എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കണം എന്ന്. മാഡത്തിന് എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയും, ഞാൻ ശരി ആട്ടെ, നിങ്ങളൊരു ദിവസം കുട്ടിയെ കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ആ അച്ഛനും അമ്മയും ആ കുട്ടിയെ കൊണ്ട് വന്നു. ആ കുട്ടിയെ കൊണ്ട് വന്നിട്ട് മോളോട് ഞാൻ സംസാരിച്ചു. മോള് പറഞ്ഞത്, എനിക്ക് ഡോക്ടറാകണം എന്നായിരുന്നു താല്പര്യം. പക്ഷേ എൻ്റെ അച്ഛന് ആ ഡോക്ടറാകണം എന്ന താല്പര്യത്തിലുപരി ഏതോ ഒരു സബ്ജക്റ്റ് ആ കുട്ടി പറഞ്ഞു, അതിലൊരു PhD നേടിയെടുക്കണം എന്നുള്ളതായിരുന്നു ആ അച്ഛൻ്റെ താല്പര്യമെന്നാണ് ആ കുട്ടി പറയുന്നത്. അതനുസരിച്ച് ആ കുട്ടി പഠിക്കാൻ പോയി. പക്ഷെ അച്ഛൻ പറയുന്ന ആ സബ്ജക്റ്റ് എടുത്ത് PhD എടുക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ അച്ഛനില്ലായിരുന്നു മാം. അന്നേരം എന്നെ സഹായിച്ച, എന്നെ 10ാം ക്ലാസ്സിൽ തൊട്ടേ എന്നെ ട്യൂഷൻ എടുത്ത ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ എന്നോട് ഒരു കാശ് പോലും വാങ്ങാതെ എന്നെ CBSE എഡ്യൂക്കേഷനിൽ പഠിച്ച ഞാനാണ്. ആ ചേട്ടൻ്റെ സഹായത്തോടു കൂടി ഞാൻ ശരിക്കും നല്ലവണ്ണം പഠിച്ചു. പക്ഷേ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ വീട്ടുകാരെക്കാളും ഒരുപാട് സാമ്പത്തിക സ്ഥിതി എൻ്റെ അച്ഛന് വന്നു. അന്നേരം ആ അച്ഛന് ഉണ്ടായ മനംമാറ്റം, ഈ പെൺകുട്ടിയോട് വല്ലാത്ത ഒരു മനംമാറ്റമാണ് ആ കുട്ടിക്ക് ആ അച്ഛനുണ്ടായത്. അതായത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഈ ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നെങ്കിലും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചേട്ടനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ, പക്ഷേ എൻ്റെ പഠിത്ത ജീവിതത്തിൽ ഏതൊരു വിധമായ തടസ്സവും ഈ ചേട്ടൻ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ വെച്ച് ഈ കുട്ടിയുടെ പയ്യൻ്റെ അച്ഛൻ മരിച്ചു, സാമ്പത്തികമായി അവരങ്ങ് തകർന്നു. അതിനുശേഷം ഈ പയ്യൻ ജോലി തേടി വേറെ രാജ്യത്തോട്ട് പോയി അവിടെ ചെന്നും ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ കുട്ടി ഇതിനിടയിൽ MSc ഒക്കെ കഴിഞ്ഞു വന്നു. MSc കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ ഈ ഒരുപാട് സാമ്പത്തിക ശേഷി വന്നു കഴിഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു വേറൊരു കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ നിർബന്ധിച്ചു. ആ വീട്ടുകാരെ കാണാൻ പറഞ്ഞു. മറ്റേ പയ്യൻ വന്ന് കണ്ടിട്ട് ഈ കുട്ടി തലേ ദിവസം ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആത്മഹത്യയ്ക്ക് ശ്രമിക്കാതെ ഈ കുട്ടിയുടെ വീട്ടുകാരെ ഒരു മുറിക്കകത്ത് ഈ കുട്ടി ചെന്നിട്ട് നീളമുള്ള മുടിയെ ഈ കുട്ടി അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് അത് ബോബ് ചെയ്ത് വിട്ടിട്ട് വന്ന പയ്യനോട് പറഞ്ഞു, എനിക്ക് ഇത്തിരി അസുഖമൊക്കെ ഉള്ള കൂട്ടത്താ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി വെറുതെ ഇങ്ങനെ അസത്യം പറഞ്ഞ് അവരെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് അവിടെ ടഗ് ഓഫ് ആറായി. ഈ കുട്ടി വളരെ അടുത്ത PhD രജിസ്ട്രേഷന് വേണ്ടി പഠിക്കാൻ പോയി. രജിസ്ട്രേഷൻ ചെയ്ത് പഠിക്കാനും അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഈ കുട്ടി ഇത് ലാഘവ ബുദ്ധിയോടുകൂടെ അതങ്ങ് പറഞ്ഞു. അതിനുശേഷം എന്നും ആ കുട്ടിയെ മറ്റൊരാൾ കാണുമ്പോഴത്തേക്കും രോഗിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ രോഗാവസ്ഥ സൃഷ്ടിച്ചു വെച്ചത് ആരാണ്? ഈ പെൺകുട്ടിയാണോ? ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോ ആണോ? ഇതിൽ നമ്മൾ നമ്മുടെ ശ്രവിക്കുന്ന ഈ കൗമുദി ചാനലിലെ ലേഡീസ് ശ്രദ്ധിക്കുന്ന ഓരോ ശ്രോതാക്കളും വിചാരിക്കേണ്ടത്, ഇവിടെ ആർക്ക് തെറ്റുപറ്റി?
പാരൻസിനാണോ തെറ്റുപറ്റിയത്, പെൺകുട്ടിക്കാണോ തെറ്റുപറ്റിയത്? അതോ നമ്മൾക്ക് സമ്പത്ത് വന്നപ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ മഞ്ഞളിപ്പാണോ നമ്മളുടെ രോഗം? ഏതാണെന്ന് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ അവളുടെ മറ്റേ നല്ല സ്നേഹമുള്ള പയ്യൻ തയ്യാറാണ്. പക്ഷേ ഈ അച്ഛൻ ഒരു കാരണവശാലും അയാളുടെ ജീവൻ പോയാലും ആ പയ്യനുമായിട്ട് കെട്ടിച്ചു കൊടുക്കില്ല എന്ന ഒറ്റ വാശിയോടുകൂടെ ഇരിക്കുകയാണ്. എൻ്റെ മകൾ വീട്ടിലിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ആ പയ്യനുമായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ വളരെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് കുട്ടികൾ വളരെ കുഞ്ഞിലെ പരിചയപ്പെട്ടു, സ്നേഹിച്ചു എന്നുണ്ടെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഇത് നിന്നിട്ടില്ല. അപ്പം ഇന്ന് ആ കുട്ടിക്ക് 19 വയസ്സ്, ആ പയ്യന് 10, 24, 25 വയസ്സായി. ഇപ്പം മെച്ചുറായ ഒരു യൂത്താണ്. തീർച്ചയായിട്ടും ആ കുട്ടിയെ നോക്കുന്നതിനുള്ള ഒരു കഴിവ് ഉണ്ടാകുമെന്ന് ആ അച്ഛൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴത്തേക്കും വേറെ ഇങ്ങനെ കടും തീരുമാനങ്ങൾ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് കുട്ടികളുടെ ജീവിതത്തെ നശിപ്പിക്കാതെ വളരെ ആലോചിച്ച്, വളരെ വ്യക്തമായി ആലോചിച്ചിട്ട്, വേറെ പരിമിതികൾ, സാമ്പത്തിക പരിമിതികൾ ഒരുപക്ഷെ പയ്യനുണ്ടായിരിക്കാം, പക്ഷേ അവന് വിദ്യാഭ്യാസവും കഴിവും കാണും. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതം തകർക്കാതെ ആ പിതാവ് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇതൊരു കേസല്ല, ഇന്ന് ഇതുപോലെ ഒരുപാട് കേസുകൾ, അനേകം കേസുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ തന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം വളരെ ആലോചിച്ച് മാതാപിതാക്കൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിലും നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചിന്തിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ കുട്ടി വിദ്യാഭ്യാസം ചെയ്ത കാലത്ത്, സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ എന്തുകൊണ്ട് നേരെ ആക്കിയില്ല? നമ്മുടെ ഈ അച്ഛനും അമ്മയും എവിടെ പോയിരുന്നു? അവളുടെ ആ പരിഭവങ്ങൾ അറിയാതെ, അവളുടെ ഈ സ്നേഹബന്ധം അറിയാതെ നമ്മൾ എവിടെ പോയിരുന്നു? അന്നേരം നമ്മൾ നേരെ ആക്കാതെ നമ്മൾ ഇനി അവളുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ വളരെ ചിന്തിക്കണം. ഇവിടെയും നമ്മൾ വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് തലത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവവും ചിന്തയും, നമ്മുടെ കുട്ടികളുടെ സ്ട്രെസ് സ്ട്രെയിൻ മാതാപിതാക്കൾ വളരെ അടുത്തറിഞ്ഞ് അവരെ ഒരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ സ്നേഹവാത്സല്യങ്ങളിലൂടെയോ നമുക്കവരെ തിരുത്തിയെടുക്കാവുന്നത് ആണ്. അതിനുവേണ്ടി ഈ കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും വളരെ ശ്രദ്ധിച്ച് നമ്മുടെ പിള്ളേരെ, നമ്മുടെ കുട്ടികളെ നമുക്ക് വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി കൗൺസിലിങ്ങിലൂടെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേരെയാക്കി കൊണ്ടുപോകുന്നതിന് ശ്രമിക്കേണ്ടത് ആണ്.